ഹായ് ഫ്രണ്ട്സ്, സിവിൽ വിങ്ങിൽ ഈ വർഷം ഇനി വരാനിരിക്കുന്ന ഓവർസിയർ തസ്തികകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓവർസിയർ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം കുറേ ഓവർസിയർ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, എന്തിനൊക്കെയോ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇനി നടക്കാനിരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഓവർസിയർ വരുന്നത്, അത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 2 ആണോ, ഈ പരീക്ഷകളൊക്കെ കമ്പൈൻഡ് ആണോ എന്നുള്ളതൊക്കെ അധികം ധാരണയില്ലാത്ത കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓവർസിയർ എന്ന് പറഞ്ഞാൽ 3 ഗ്രേഡിലാണ് വരിക. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അല്ലെ. ഗ്രേഡ് 3 ആണ് ഏറ്റവും താഴെ, അതിന് മുകളിൽ ഗ്രേഡ് 2, അതിന് മുകളിൽ ഗ്രേഡ് 1. അപ്പൊ ഗ്രേഡ് 1ഉം 2 ഒക്കെ നമുക്ക് ഡിപ്ലോമക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിപ്ലോമ ഹയർ ലെവൽ ബിടെക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകൾ തന്നെയാണ്. അപ്പൊ ഈ വർഷം വരാനിരിക്കുന്ന ഓൾറെഡി PSC ഒരു ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ ഹൗസിംഗ് ബോർഡിലേക്കും KTDCയിലേക്കും ഹാർബർ എഞ്ചിനീയറിംഗിലേക്കും ഈ 3 വകുപ്പുകളിലേക്കുമുള്ള ഓവർസിയർ ഗ്രേഡ് 1 സിവിലിന്റെ നോട്ടിഫിക്കേഷൻ 2025 വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കും. ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഉണ്ടാവും. അപ്പൊ ജൂണിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ പഠിക്കുക. ഇത് കമ്പൈൻഡ് ആയിട്ട് ഒറ്റ പരീക്ഷയാണ് നടക്കുക, ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്തുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരേ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിലധികം പരീക്ഷകൾ നടത്താറില്ല. നിങ്ങളിപ്പോൾ KTDCക്ക് വേണ്ടിയിട്ട് ഈ 3 വേണ്ടി അപ്ലൈ ചെയ്തവർക്ക് ഒറ്റ പരീക്ഷ എഴുതാനുള്ളൂ. പക്ഷേ 3 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളിലേക്കായിരിക്കും അത് പോവുക. അതുകൊണ്ട് നിങ്ങൾ കൺഫർമേഷൻ വരുമ്പോഴും ഒരു കൺഫർമേഷൻ കൊടുത്താൽ മതിയാകും. നിലവിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. മെയ് മാസം വരെയുള്ള പരീക്ഷകളുടെ ലിസ്റ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ ജൂണിൽ ചിലപ്പോൾ ഈ പരീക്ഷ ഉണ്ടായേക്കാം. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ അതാണ്. നമുക്കറിയാം, ബിടെക്കിന് സമാനമായ, ബിടെക് ലെവൽ തസ്തികകൾക്ക് സമാനമായ, അസിസ്റ്റന്റ് തസ്തികൾക്ക് സമാനമായ ഒരു സിലബസ് ആണ് ഗ്രേഡ് 1നും ഉള്ളത്. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ ലെവൽ സിലബസും ഗ്രേഡ് 1 സിലബസൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഗ്രേഡ് 2ലേക്ക് വരികയാണെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ അത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ LSGD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഗ്രേഡ് 3 സിവിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡ് 2ഉം 3ഉം മിക്കവാറും കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് നടത്താറുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഗ്രേഡ് 2 സിവിലും ഗ്രേഡ് 3 സിവിലും കമ്പൈൻഡ് ആയിട്ട് ഒറ്റ പരീക്ഷയായിട്ടാണ് സാധാരണ നടത്താറുള്ളത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ കലണ്ടർ വന്നിട്ടുള്ളത്. അതായത് ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് ഈ 2 പരീക്ഷകളും ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുമിച്ച് നടക്കാനാണ് എല്ലാ സാധ്യതയും. ഗ്രേഡ് 2ഉം 3, ഗ്രേഡ് 2 സിവിലും ഗ്രേഡ് 3 സിവിലും. അപ്പോൾ ഇതിനൊരു കമ്പൈൻഡ് ആയിട്ടൊരു സിലബസും ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ തവണ വന്ന സിലബസുകളൊക്കെ ഉണ്ട്. ഗ്രേഡ് 2നും 3നും കമ്പൈൻഡ് ആയിട്ട് നടത്തിയ സിലബസുകളുണ്ട്. പക്ഷേ ഒന്നിലധികം സിലബസുകളുണ്ട്. പക്ഷേ എല്ലാം ഒരേ കണ്ടന്റ് ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഗ്രേഡ് 2ഉം 3ക്കും നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു പോവാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തിൽ ഒരിക്കലും അത് നടക്കും. ജൂലൈയിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നിങ്ങൾ പഠിക്കുക. ഇനി മറ്റൊരു ഓവർസിയർ ആണ് ഓവർസിയർ ഗ്രേഡ് 2 KW, അതായത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2. അതും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെയാണ് അതും ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തോന്നും ഇതും ഗ്രേഡ് 2 ഇവിടെ ഉണ്ട്, ഇവിടെയും ഗ്രേഡ് 2, അപ്പൊ 2 ഒറ്റ പരീക്ഷ ആയിരിക്കില്ലേ എന്ന്. അങ്ങനെയല്ല. KW ഗ്രേഡ് 2ന്റെ പരീക്ഷ വേറെ ആയിരിക്കും. കാരണം എന്താ, ഇതിൽ മെക്കാനിക്കൽ കാര്യം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകളിലൂടെ KW ഗ്രേഡ് 2 ഓവർസിയറിന് വരും. ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് നിങ്ങൾ ഇതിൽ എന്നും പറയാറുണ്ട്. അപ്പോൾ KW ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയറുടെ പരീക്ഷയും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കും. പക്ഷേ അത് വേറൊരു സിലബസ് ആണ്. മാത്രമല്ല, ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഓവർസിയറും ഈ പറഞ്ഞ KW ഓവർസിയർ ഗ്രേഡ് 2 തന്നെയാണ്. അപ്പോൾ അത് ഇതിനൊക്കെ വേക്കൻസികൾ വരാറുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഇതിന് വരാറുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ട്, മെക്കാനിക്കലുകാരും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക. I+ന്റെ കോഴ്സുകൾ ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഗ്രേഡ് 2 ആണെങ്കിലും KW ഗ്രേഡ് 2 ആണെങ്കിലും ഗ്രേഡ് 1 ആണെങ്കിലും 2, 3 ഒക്കെ നമുക്ക് കോഴ്സ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഏറ്റവും നല്ല ക്ലാസ്സുകളും PYQ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. കോഴ്സുകളിൽ എൻറോൾ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഓവർസിയർ പരീക്ഷകളെ കുറിച്ച് ഈ വർഷം 2026 നടക്കാൻ പോകുന്ന പരീക്ഷകളെ കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.